ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ബീട്രൂട്ടാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ബീട്രൂട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലേക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം ഇളക്കി കൊടുക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇപ്പം ബീട്രൂട്ട് ഇപ്പോൾ ഇവിടെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് ഒരു 1/2 കപ്പ് റാഗിപ്പൊടി ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പം ഈ റാഗിയുടെയൊക്കെ ആ ഒരു നല്ലൊരു ഫ്ലേവർ വരും. ആ ഒരു സമയമാകുന്ന വരെ വേണം ഇളക്കി കൊടുക്കാൻ. അതും തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ. തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും ചേർത്ത് നമുക്കൊരു അല്പസമയം ഇളക്കി കൊടുക്കാം. ഈ തേങ്ങയും റാഗിപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വരുമ്പം ഇതിലേക്ക് നമ്മളിവിടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ റാഗിപ്പൊടിയും തേങ്ങയും ബീട്രൂട്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ മധുരത്തിന് ആവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ മണ്ണും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊരല്പം വെള്ളത്തിൽ അരിച്ചിട്ട് വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇനി നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്ത് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പലണ്ടിക്ക് പകരം നമുക്ക് അണ്ടിപ്പരിപ്പ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ എല്ലാം കൂടി ഇവിടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് കയ്യിലൊരല്പം നെയ്യ് തേച്ചിട്ട് നമുക്കിത് ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കണം. അങ്ങനെ റാഗിപ്പൊടിയും ബീട്രൂട്ടൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്.